ഇന്ന് നമ്മൾ നല്ല കുറുകിയിരിക്കണ മോരുകറിയാണ് കേട്ടോ ചെയ്തത്. കുമ്പളങ്ങ ഉള്ള മോരുകറി. മോരുകറി ഇഷ്ടമല്ലേ എല്ലാവർക്കും? ചിലവർക്ക് ഇഷ്ടമുണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ മോരുകറി ഉണ്ടാക്കി നോക്കണമെങ്കിൽ ഈ വീഡിയോ കണ്ടിട്ട് ചെയ്ത് നോക്കാം കേട്ടോ. വേഗം കഴിയും. മോരുകറി ഉണ്ടാക്കാൻ ഏറ്റവും എളുപ്പമാണ്. അപ്പോൾ കറിയില്ലാണ്ട് വിഷമിച്ചിരിക്കുന്ന സമയത്ത് കുമ്പളങ്ങയോ വെള്ളരിക്കയോ ചേനയോ കായോ എന്തിട്ടിട്ട് വേണമെങ്കിലും മോരുകറി ഉണ്ടാക്കാം. അപ്പോൾ ഒരു 3/4 കിലോയോളം എടുത്തിട്ടുണ്ട് കേട്ടോ കുമ്പളങ്ങ. അത് ഇട്ടു. പിന്നെ അതിലേക്ക് ആവശ്യമുള്ള പച്ചമുളക്, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ കറിവേപ്പില, 1 കപ്പ് വെള്ളം. അതായത് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. കുമ്പളങ്ങയിൽ നിറയെ വെള്ളമുള്ളതല്ലേ. അപ്പോൾ തന്നെ ഇതിൽ മുളക് പൊടി ചേർക്കണില്ല. എരിവിന് ആവശ്യമുള്ള പച്ചമുളകും കുരുമുളകും മാത്രമേ ചേർക്കണുള്ളൂ കേട്ടോ. ഇനി നമ്മൾ അടച്ചു വെച്ചിട്ട് ഫുൾ ഫ്ലെയിമിൽ വയ്ക്കുക, ചെറിയ ബർണറിൽ. അപ്പോൾ അതിന് ശേഷം 2 വിസിൽ വരുമ്പോൾ ഓഫ് ചെയ്ത് വയ്ക്കുക. പിന്നെ അരപ്പിനായിട്ട് 1 മുറി തേങ്ങ, പിന്നെ 1 ടീസ്പൂൺ കുരുമുളക്, 1/2 ടീസ്പൂൺ ജീരകം, വെളുത്തുള്ളി ഒരു 5-10 എണ്ണം എടുത്തോ. അത് ആദ്യം അതിൻ്റെ കുറച്ച് വെള്ളം ഒഴിച്ച് അരയ്ക്കുക. പിന്നെ അതിന് ശേഷം തൈര് ആണ് ചേർത്തിട്ടാണ് കേട്ടോ അരയ്ക്കുന്നത്. മുമ്പ് വെളുത്ത വെള്ളമുള്ളത് തൈരിൻ്റെ പാത്രത്തിലെ വെള്ളമാണ് കേട്ടോ. അങ്ങനെ അരപ്പ് അരച്ച് വന്നപ്പോഴേക്കും നമ്മുടെ കഷ്ണം റെഡിയായി. തുറന്നു അതിലേക്ക് നമ്മൾ അരപ്പ് ചേർത്ത് കൊടുക്കുക. കൂടുതൽ വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളതൊക്കെ വറ്റിക്കാൻ കുറേ സമയം പോകും. അതുകൊണ്ടാണ് കുറച്ച് വെള്ളം കേട്ടോ. മിക്സിയുടെ ജാറ് കഴുകിയിട്ടും കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. ഇനി നമ്മൾ ഇതൊന്ന് വറ്റിച്ചെടുക്കുക. ഈ വെള്ളം ഇത്ര വെള്ളം ആവശ്യമില്ല നമുക്ക്. നമ്മളിതേ നേരത്തെ മുഴുവൻ തണ്ടോട് കൂടിയിട്ട് വേപ്പിലയുടെ തണ്ടാണ്, അതെടുത്ത് കളഞ്ഞു. നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് വറ്റിയാൽ മതി. ഇനി ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തു കേട്ടോ. അങ്ങനെ പുളി നോക്കിയിട്ട്, നല്ല പുളി, അധികം പുളിയുള്ള തൈര് വേണ്ട, മീഡിയം പുളിയുള്ള തൈരാണ് മോരുകറിക്ക് നല്ലത്. ഇതുപോലെ മോര് ഇങ്ങനെ നന്നായിട്ട് ഉടച്ചെടുക്കുക. ഇത് ഒരു വിസ്ക് വെച്ചിട്ട് ഇങ്ങനെ ആക്കിയാൽ മതി കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഉടഞ്ഞു കിട്ടും. ഇനി ഇതേ ഇപ്പോൾ നമ്മുടെ കഷ്ണങ്ങൾ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. ഇത്ര പാകം മതി. ഇനി അതിലേക്ക് നമ്മൾ തീ സിമ്മിലിട്ടിട്ട് തൈര് ഒഴിച്ച് കൊടുക്കുക. തീ ഇനി കൂട്ടി വെക്കേണ്ട. അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ചൂടായി ഒന്ന് ആവി വന്നാൽ മതി. അപ്പം തന്നെ ഓഫ് ചെയ്യുക, അല്ലെങ്കിൽ ഇത് പിരിഞ്ഞു പോകും ചിലപ്പോൾ. തിളപ്പിക്കേണ്ട കേട്ടോ. ഇനി നമുക്കതിലേക്ക് വറുത്തിടാനായിട്ട് കടുക്, വറ്റൽമുളക്, പിന്നെ നമ്മൾ ചേർത്തത്, പിന്നെ കറിവേപ്പില ഇട്ടു. പിന്നെ കുറച്ച് ഉലുവയുടെ പൊടിയാണ് കേട്ടോ. അപ്പോൾ ഉലുവ ഒന്ന് ചെറുതായിട്ട് ചൂടാക്കി പൊടിച്ച് വെച്ചാൽ മതി. അതൊരു 1/4 ടീസ്പൂണാണ് കേട്ടോ ഇട്ട് കൊടുത്തത്. അതും കൂടെ ചേർത്ത് നന്നായിട്ട്. അപ്പോൾ ഇനി കടുക് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ തീ ഓഫ് ചെയ്തിട്ട് ബാക്കിയുള്ളതൊക്കെ ഇട്ടാൽ മതി. ആ ചൂടിലിരുന്നായിക്കോളും. അപ്പോൾ ഈ മോരുകറി തണുത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഒന്ന് തിക്കാവും കേട്ടോ. അപ്പോൾ ഇത് എളുപ്പമുള്ളതല്ലേ. അപ്പോൾ കഷ്ണങ്ങൾ വെള്ളരിക്കൊക്കെ ചെറുതാണെങ്കിൽ ഫുള്ള് ഇട്ടോട്ടോ, നന്നായിട്ടുണ്ടാവും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.